നമസ്കാരം. ഇമ്മുണ്ടിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IT സ്കൂൾ പുതിയ വെർഷൻ പുറത്തിറങ്ങിയിരിക്കുന്നു. ഉബുണ്ടു 22.04 അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ കാലങ്ങളായിട്ട് ഉബുണ്ടു IT സ്കൂൾ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഏറ്റവും പുതിയ വെർഷനിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പേഴ്സണലി എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന ഡിഫോൾട്ട് കീബോർഡായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പൂർണ്ണ എന്ന് പറയുന്ന കീബോർഡാണ് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഡിഫോൾട്ടായിട്ടുള്ള കീബോർഡായിട്ട് കൈറ്റ് IT സ്കൂളിൽ വന്നിട്ടുള്ളത്. ഈ 22.04 ഈ വെർഷൻ മുതൽ പൂർണ്ണയാണ് ഡിഫോൾട്ട് കീബോർഡായി വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൂർണ്ണ ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് ആക്ച്വലി ഈ ഡിസംബറിലേക്ക് 2 വർഷം ആവാറായി. എന്നിട്ട് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല. എന്തായാലും പൂർണ്ണയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോയും ഇതിന് പുറകെ വരുന്നുണ്ട്. നമുക്കെന്തായാലും ഇനി ചാനൽ ഇങ്ങനെ പതിയെ ആക്റ്റീവാക്കി തുടങ്ങാം. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ IT സ്കൂളിനെ കുറിച്ചാണ് നമ്മുടെ വിഷയം. കൈറ്റിൻ്റെ പുതിയ IT സ്കൂൾ വെർഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് kite.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് എന്തായാലും അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൈറ്റിൻ്റെ IS ഡൗൺലോഡ് ചെയ്ത് അത് ഒന്ന് വിർച്വൽ മെഷീനിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ വിൻഡോ വരുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. സെറ്റിങ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എബൌട്ടിൽ നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. ഇത് ഉബുണ്ടു 20.0.4.4 LTSന് ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്നോം വെർഷൻ 42.9 ആണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് കൈറ്റിൽ വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ്. ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് പെയിൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ശബ്ദമൊക്കെ വരുന്നുണ്ട്. അതെ, നിങ്ങൾ കണ്ട പോലെ ഇതിനകത്ത് കുട്ടികളുടെ ശബ്ദമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫയൽ മാനേജർ. സാധാരണ ഗ്നോം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുമ്പ് ഗ്നോം 2 ഇപ്പോൾ സാധാരണ ഗ്നോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഇത് നോക്കിയാൽ മലയാളം പൂർണ്ണ ആണ്. അതായത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൂർണ്ണ കീബോർഡാണ് ഡിഫോൾട്ട്. ഞാൻ മുമ്പ് പറയണ്ടായി, ആ പൂർണ്ണ കീബോർഡാണ് ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളത്. നമുക്ക് സ്ക്രൈബസ് ഒന്ന് തുറന്ന് നോക്കാം. സ്ക്രൈബസ് പുതിയ വെർഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. മലയാളമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വെർഷനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കെന്തായാലും സ്ക്രൈബസിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് പൂർണ്ണയിലേക്ക് സ്വിച്ച് ചെയ്തൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. വിൻഡോസ് സ്പേസ് അമർത്തി നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. മലയാളം സ്ക്രൈബസിൽ കാണണമെങ്കിൽ നമുക്ക് ഫോണ്ട് മാറ്റണം. സ്ക്രൈബസിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ സീരീസ് നമ്മുടെ ചാനലുണ്ട്. നിങ്ങളതിൽ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ സ്ക്രൈബസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള സമയമില്ല. ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊന്ന് നോക്കാമെന്ന് മാത്രം. എന്തായാലും മലയാളം ഡിഫോൾട്ട് കീബോർഡായിട്ട് പൂർണ്ണ വന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ട്രാഫിക് ഗെയിം, അങ്ങനെ പല ഗെയിമുകളും കാര്യങ്ങളും. ജസ്റ്റ് ഒരു ഗെയിം കൂടി ജസ്റ്റ് നമുക്ക് നോക്കാം. ട്രാഫിക് റൂൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇതിനകത്ത് സിഗ്നലൊക്കെ നോക്കി നടക്കാനൊക്കെയാണ് ഗെയിം പറയുന്നത്. ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. വാക്കിംഗ് സിഗ്നൽ റെഡാണ്. പച്ചയാകുമ്പോൾ നമുക്ക് കടക്കാം. പച്ചയായി കടന്നു. ഇപ്പോൾ ചോപ്പായിട്ടൊന്ന് കടന്നു നോക്കാം. ചോപ്പ് തെറ്റിച്ച് കിടന്നപ്പോൾ സ്റ്റോപ്പായി. വീണ്ടും ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഗെയിം. പിന്നെ ഫിസിക്സ് പഠനം, പല വിഷയത്തിലുള്ള പല സോഫ്റ്റ്വെയർസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്ന് IT സ്കൂളിൻ്റെ പുതിയ വെർഷനാണ് കണ്ടത്. അത് ഡെബിയനിലേക്ക് മാറുമെന്നുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിലും ഉബുണ്ടുവിലാണ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത്. IT സ്കൂൾ ലിനക്സ് ഒരുപാട് വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള OS ആണ്. കോഴിക്കോട് NIT വെച്ച് ഫോഴ്സ് മീറ്റ് നടന്നപ്പോൾ സുബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ SMCയുടെ കണ്ടറിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഴയ IT സ്കൂൾ
ISOകൾ കളക്ട് ചെയ്യുകയും അത് പലരും CD കൊണ്ടുവരികയും അതിനൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ആർക്കൈവ് ലഭ്യമാക്കിയിട്ടുണ്ട്. സുബിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് കൂടി ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ IT സ്കൂൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. കൈറ്റ് പുതിയ IT സ്കൂൾ വെർഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. അത് ഉബുണ്ടു 22.04 ബേസ് ചെയ്താണ് വന്നിട്ടുള്ളത്. പൂർണ്ണ ഡിഫോൾട്ട് കീബോർഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്കി അങ്ങനെ നിങ്ങൾ കണ്ടു കാണും. ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.